വികസന യാത്രയിൽ നുണകൾ കൊണ്ട് കൂടാരം തീർക്കുകയാണ് മുൻ മന്ത്രി കെ ശൈലജ. ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയിലെ നിറസാന്നിധ്യമാണ് കെ ശൈലജ. ജാഥയുടെ ഭാഗമായി എത്തുന്ന കേന്ദ്രങ്ങളിൽ നടത്തുന്ന തട്ടുപൊളിപ്പൻ പ്രസംഗത്തിൽ പലപ്പോഴും വസ്തുതാവിരുദ്ധമായ പ്രസംഗങ്ങളാണ് ശൈലജ MLAയിൽ നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ അല്പം കൂടി കടന്ന വിമർശനമാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി ശൈലജ സംസാരിച്ചപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണെന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ഇത് വ്യാപകമായ വിമർശനങ്ങളാണ് കൊണ്ടുവരുന്നത്. UPA സർക്കാരിൻ്റെ അഭിമാനമാണ് ഈ പദ്ധതി. എന്നിട്ടും പാവപ്പെട്ട സ്ത്രീകൾക്ക് മുന്നിൽ മൈക്ക് വെച്ച് തൊഴിലുറപ്പ് പദ്ധതി തങ്ങളുടേതാണെന്ന് തട്ടിവിടുകയാണ് ശൈലജ ചെയ്തത്. ഇതാണ് രാഹുലിനെ ചൊടിപ്പിച്ച ഘടകം. തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണെന്ന ശൈലജയുടെ തെറ്റായ അവകാശവാദം അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് രാഹുൽ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് രാഹുലിൻ്റെ വിമർശനം വന്നത്. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ നേതാവാണ് ശൈലജയെന്ന് രാഹുൽ വിമർശിച്ചു. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അത് CPM കൊണ്ടുവന്നതാണെന്ന് നിഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ശൈലജ കള്ളം പറയുകയാണെന്ന് രാഹുൽ ആരോപിക്കുന്നുണ്ട്. ഓണത്തിന് അലവൻസ് നൽകുന്നത് കേരളത്തിൽ മാത്രമാണെന്നും അതിന് കാരണം LDF സർക്കാരാണെന്നും അവകാശപ്പെട്ട് പാവപ്പെട്ട സ്ത്രീകളുടെ നിസ്സഹായതയെ വോട്ടിനായി ചൂഷണം ചെയ്യുകയാണെന്നും രാഹുൽ ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണ്. പഴയ നേതാക്കൾ സൈദ്ധാന്തികമായി കള്ളം പറയുമ്പോൾ പുതിയ നേതാക്കൾ ജാള്യതകളില്ലാതെ പച്ചക്കള്ളം പറയുകയാണെന്നും രാഹുൽ പറഞ്ഞു. പെൻഷൻ വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന് MM മണിയുടെ പ്രസ്താവനയുടെ നാടകീയ പതിപ്പാണ് ശൈലജയുടേതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിക്കുന്നുണ്ട്. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞ് പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറേ നേതാക്കൾ പച്ചയ്ക്ക് വന്ന് കള്ളം പറയുകയാണ്. പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാള്യതയുമില്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കാനും അവർക്ക് ഒരു മടിയുമില്ല. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ. അത് അവർ പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. കുറേ സാധുക്കളായ നിഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്താപമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണെന്ന കള്ളം പറയുന്നതെന്നും രാഹുൽ പറയുന്നുണ്ട്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും അത് ഇല്ലെന്നും അതിനു കാരണം LDF സർക്കാരാണെന്നുമൊക്കെ പറയുന്നത് മണ്ടത്തരമാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ധത്തെയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പെൻഷൻ വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന് MM മണി പറയുന്നതിൻ്റെ നാടകീയ വേർഷനാണ് ശൈലജ എന്ന് പറഞ്ഞാണ് രാഹുൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ പെരും നുണകൾ ഈ നാട് തിരിച്ചറിയുമെന്ന് രാഹുൽ പറയുമ്പോൾ പോസ്റ്റിന് താഴെ വന്നു നിറയുന്നത് ഏറെയും കോൺഗ്രസ് അണികളുടെ കമൻ്റാണ്. ഷാഫി പറമ്പിൽ MP വടകരയിൽ കെട്ടുകെട്ടിച്ചതിൻ്റെ ക്ഷീണം ഇന്നും കെ ശൈലജയ്ക്ക് മാറിയിട്ടില്ല. അതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക ഷോക്ക് ട്രീറ്റ്മെൻറ്റും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയെ തേടിയെത്തിയിരിക്കുന്നത്. നേരത്തെ VD സതീശനെതിരെ പുനർജനി വിഷയത്തിൽ CPM ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അന്നും സംരക്ഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. പറവൂരിൽ സതീശൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പരിഹസിച്ച CPMൻ്റെ വായടപ്പിച്ച നീക്കമാണ് അന്നു രാഹുൽ നടത്തിയത്. ഇന്ന് വീണ്ടും പെരും നുണയുമായി CPMും കെ ശൈലജയും ഇറങ്ങുമ്പോൾ കെട്ടുകെട്ടിക്കാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം മതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കാണാൻ സാധിക്കും.